കളമശ്ശേരി നഗരസഭ 21-ാം വാർഡിൽ ആവേശത്തിൻ്റെ ആവേശമാണ്. അത് UDF സ്ഥാനാർത്ഥിയാകട്ടെ LDF സ്ഥാനാർത്ഥിയും. റോഡ് നിറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകരോടൊപ്പം LDF സ്ഥാനാർത്ഥി ഇപ്പോൾ വരുന്നത്. അത് ഓരോ വീടുകളും കയറി ഇറങ്ങി അവർ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷത്തിലെ ചൂട് ഒരു വക വെക്കാതെ അവരുടെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് എല്ലാവരും ഓരോ മനസ്സോട് നിൽക്കുന്നത്. രംഗം നല്ല ഉഷാറിലാണ്, നല്ല ആവേശത്തിലാണ്. എല്ലാവരും ആവേശത്തിലാണ്. ഒരു മാറ്റങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും. കളമശ്ശേരി നഗരസഭ 21-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി IM റഹീമാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. വാർഡിൻ്റെ വികസനത്തെക്കുറിച്ചും ഇതിനു മുമ്പിട്ടായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ IM റഹീം എന്തായാലും നമ്മളോട് വിവരിക്കുന്നതാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ രംഗത്തേക്ക് വരുന്നത്? രംഗത്ത് വർഷങ്ങളായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സര രംഗത്ത് ആദ്യമാണ്. ഈ വാർഡിൽ എന്തൊക്കെയാണ് നിങ്ങൾ മറ്റേ UDF ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ? UDF വർഷങ്ങളായിട്ട് UDF മുസ്ലിം ലീഗിൻ്റെ വാർഡാണ്. അത് ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കണില്ല. അത് ഈ വാർഡിൽ മറ്റ് റോഡുകളോ തോടുകളോ വേസ്റ്റ് പ്രശ്നങ്ങളോ എല്ലാം കണ്ടാൽ അറിയാം, നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ ഈ വട്ടം വനിതയാണ്, അതും ലീഗിൻ്റെ തന്നെയാണ്. പക്ഷേ അത് പാർട്ടിയുടെ കൂടി ഒന്നും ചെയ്തിട്ടില്ല. വനിത ആയതുകൊണ്ട് പാർട്ടി ബന്ധങ്ങളൊന്നും. അതെ അതെ ആവേശത്താലെ മാറ്റം ആവശ്യമാണ്. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ്? നല്ല ആവേശമാണ്, എല്ലാവർക്കും ആവേശമാണ്. ഇപ്പോൾ ഈ SIR ബന്ധപ്പെട്ട് വീടുകളിൽ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ആശ്വാസമായി. എല്ലാ പാർട്ടികളും വന്ന് ഫില്ല് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഫില്ല് ചെയ്യാനുണ്ട്. ഞാനൊരു പാർട്ടിയുടെ BLA ആണ്. നമ്മൾ അവരെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വാർഡിലുള്ള എല്ലാവരുടെയും SIR പ്രശ്നം പരിഹരിച്ചതല്ലേ? ഇനി ഒരു പക്ഷേ വിജയിച്ചു വന്നാൽ എന്തായിരിക്കും ആദ്യം ചെയ്യാൻ പോകുന്ന പദ്ധതി? മെയിനായിട്ട് ഇവിടെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ആദ്യത്തെ പദ്ധതി അതായിരിക്കും. പിന്നെ വേസ്റ്റിൻ്റെ പ്രശ്നം വലിയ വിഷയമാണ്. ഇപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ അവിടെ HMT പമ്പ് മുതലും കൂടി കുറേ ക്യാമറകളൊക്കെ സെറ്റ് ചെയ്ത് മന്ത്രി രാജീവ് വന്ന് അത് ഉദ്ഘാടനം ചെയ്തു. സോളാർ ക്യാമറ നാട്ടുകാർ എല്ലാവരും കൂടി ശരിയാക്കണം. ഒരു രാഷ്ട്രീയ സ്വാധീനമില്ല. എല്ലാവരെയും നമ്മൾ ബന്ധപ്പെട്ട് പലരെയും പിടിപ്പിച്ച് ഫൈൻ അടിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും വാർഡിൽ മൊത്തത്തിൽ തന്നെ ക്യാമറയുടെ സംവിധാനം നമ്മൾ 21-ാം വാർഡ് മൊത്തത്തിൽ കാണാൻ പറ്റും. അതെ അതെ അതെ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF സംബന്ധിച്ചിടത്തോളം ഈ വാർഡിൽ വളരെ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ ഞങ്ങളെ കാണുന്നത്. കാര്യം അറിയാവുന്നത് ഇപ്പോൾ റഹീമിക്ക പറഞ്ഞ പോലെ തന്നെ വളരെ വർഷങ്ങളായിട്ട് UDF കുത്തക വാർഡായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണിത്. ഈ വാർഡിൻ്റെ ഒരടിസ്ഥാന സൗകര്യം ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് തന്നെ ഈ എടുത്താൽ അറിയാൻ പറ്റും. റോഡുകളൊന്നും തന്നെ സമയാസമയങ്ങളിൽ മെയിൻ്റെനൻസ് ചെയ്യാതെ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഈ റോഡ് തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രി നേരിട്ടിടപെട്ട് PWD ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ റോഡ് ഇതുപോലെയെങ്കിലും നല്ല രൂപത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ പിന്നെ മാലിന്യ പ്രശ്നം വലിയ വിഷയമാണ്. HMT റോഡിൽ നിങ്ങൾ വരുമ്പോൾ ആളുകളെല്ലാം കൂടെ നമ്മുടെ മാലിന്യം തള്ളുന്നൊരവസ്ഥയിലേക്കാണ്. അതിനൊക്കെ ഒരു നടപടിയും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നോ കൗൺസിലറുടെ ഭാഗത്തുനിന്നോ തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു മാറ്റം എന്തായാലും ആവശ്യമാണ്. ഈ പ്രാവശ്യം എന്തൊക്കെ സംഭവിച്ചാലും LDF ഈ വാർഡ് പിടിക്കും, കളമശ്ശേരിയും പിടിക്കും. അതാണ് നിങ്ങളുടെ മുദ്രാവാക്യം. അതാണ് LDF ഭരിക്കുകയും ചെയ്യും. അത് തന്നെയാണ് തീർച്ചയായിട്ടും നടക്കും. അതോടൊപ്പം തന്നെ വളരെ നല്ല രൂപത്തിലാണ് ഞങ്ങളുടെ അണികളാണെങ്കിലും ഞങ്ങളുടെ ഒപ്പമുള്ള ആളുകളാണെങ്കിലും ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും വളരെ ആവേശത്തോടുകൂടിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി കേൾക്കുന്നത്. പിന്നെ റഹീമിക്ക വളരെ ചെറുപ്പം മുതലേ തന്നെ ഈ വാർഡുകാരനാണ്. അത് തന്നെയല്ല എല്ലാവരുമായിട്ടും ഒരു ഇതില്ലാത്ത രൂപത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നവും ഈ വാർഡിൽ ഐക്യകണ്ഠേന തന്നെയാണ് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് ജയിക്കാൻ കഴിയും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ. ഒന്നുമില്ല എല്ലാവരും. അതെ. അപ്പോൾ പ്രചരണ ചൂടിൽ എന്തായാലും അന്തരീക്ഷ ചൂടും വാർഡിലെ ചൂടും കൊടുമ്പിരി കൊള്ളുകയാണ്. മുക്കിലും മൂലയിലും രാഷ്ട്രീയ ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ മതിലുകളിലെല്ലാം ചുമരെഴുത്തും ഫ്ലെക്സ് ബോർഡും നിറഞ്ഞു കഴിഞ്ഞു. UDF സിറ്റിംഗ് സീറ്റിൽ LDF പിടിച്ചെടുത്ത 2010 ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അന്നത്തെ സംഭവം? അന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത് അങ്ങനെ ഒരു CPM കൗൺസിലർ ഇത് തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം മാത്രമാണോ? എല്ലാവരുടെയും ആഗ്രഹം. 21 ഇത് 21-ാം വാർഡ്. ഇപ്പൊ പുതിയ അന്ന് 20 2010 സ്ഥാനാർത്ഥിയാണ്, അല്ല കൗൺസിലറാണ്. അപ്പൊ അത് തിരിച്ചു പിടിക്കണമെന്നുള്ള ആവേശത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. 2010 ആവർത്തിക്കും.
2010 UDFിൻ്റെ സീറ്റ് ഇതുപോലെ തന്നെ LDF പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഈ തവണയും LDF പിടിച്ചെടുക്കുമെന്നുള്ള ഒരു വാശിയിലാണ് എല്ലാവരും. അപ്പോൾ LDF കളമശ്ശേരി പിടിക്കും, LDF ഭരിക്കും. ഉറപ്പാണ്. ഉറപ്പാണ്. അതിൽ വേറെ മാറ്റങ്ങളില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അതെ മുദ്രാവാക്യം ക്യാപ്ഷൻ വന്നത് അല്ലേ? UDF പരാജയപ്പെടും എന്നാണ് നമ്മൾ പറയുന്നത്. കളമശ്ശേരി പിടിക്കും, LDF ഭരിക്കും. അതാണ് ഇതാണ് 21ാം വാർഡ് LDF തന്നെ ഭരിക്കും. തുടർ ഭരണം മാറാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ LDF തന്നെ ഭരിക്കുമെന്നാണ് പറയാനുള്ളത്. അപ്പൊ അങ്ങനെ കളമശ്ശേരി LDF പിടിക്കോ? പിടിക്കൂലേ? തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയാൽ മതി, ബാക്കിയെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആര് വേണമെന്നുള്ളത്. സിദ്ദീഖ് വേണോ, അല്ലെങ്കിൽ റഹീം വേണോ, അല്ലെങ്കിൽ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ അദ്ദേഹം വേണമെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ അല്ലേ? തീരുമാനിക്കുമോ? തീരുമാനിക്കും. 13-ാം തീയതി 11 മണിയാകുമ്പോൾ അറിയാം. ജനങ്ങൾ തീരുമാനിക്കും. തീരുമാനിക്കും. ഉറപ്പാണ്. ഉറപ്പാണ്.